ഹലോ, ഗുഡ് മോർണിംഗ് everybody. ഞാനിന്ന് കാലത്ത് തന്നെ നമ്മുടെ ഫിഷിംഗ് ഹാർബർ വർക്ക് എവിടെ വരെയായി എന്നറിയാൻ വേണ്ടിയിട്ട് ചൂട്ടടേക്ക് പുറപ്പെട്ടതാണ്. അവിടെ ഏവിയിലെ നൗഫലുണ്ട്, പിന്നെ അതുപോലെ എഞ്ചിനീയർമാരും ഉണ്ട്. ഇതൊക്കെ ഇന്നലെ എടുത്തതാണ്. ഇവിടെ 3 ഫൈബർ ഉണ്ടായിരുന്നു. ഫൈബർ ബോട്ട് അത് മുങ്ങിക്കിടന്ന് വർഷങ്ങൾ 6 വർഷത്തോളമായി അതവിടെ കിടന്നു. അത് വലിച്ച് കയറ്റി JCB കൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ളത് കയറ്റാൻ കഴിഞ്ഞില്ല. അതുപോലെ ഇവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് സ്വന്തമായി പണിയെടുക്കാൻ പറ്റും. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വിലക്കാരും ഇന്ന് പോകത്തില്ല. ഇവിടെ വെള്ളിയാഴ്ചയാണ്. പാലക്കോട് ബിയങ്ങാടി മത്സ്യത്തൊഴിലാളികൾക്ക് അവധി. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടം പാലക്കോട് ബന്ധിപ്പിക്കുന്ന പാലം. ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നത് നമുക്ക് വെള്ളിയാഴ്ച പണിപ്പെട്ടില്ലാലും എല്ലാം കയറ്റിയിരിക്കാം. ഇപ്പം ട്രോളിങ് ആയത് കാരണം ഇപ്പം പോകാറില്ല, ഐലൻഡിലൊന്നും പോകാറില്ല. ചെറിയ ചെറുമണിക്കാറും ചെറിയ വലക്കാർക്ക് പോകുന്നത് മാത്രമാണ്. അപ്പോൾ ഇപ്പം സീസൺ ആകുമ്പോഴേക്കും ഇവിടുത്തെ വർക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ സുഖമായി പിടിക്കാം. നമ്മുടെ കബീർ മത്സ്യത്തൊഴിലാളിയാണ്. ഇതാണ് അവിടുന്ന് വലിച്ചു കയറ്റുക ആ ഫൈബർ തോണി രണ്ടെണ്ണം ഇവിടെ ഇപ്പം കേൾക്കുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ. ശേഷം ഇതൊക്കെ മത്സ്യത്തൊഴിലാളിയാണ്. നമ്മുടെ ചൂട്ടാട് ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തേക്കുള്ള റോഡാണ്. ഇതൊക്കെ ഇന്നലെ വലിച്ചു കയറ്റുക. അങ്ങനെ നമുക്ക് ചൂട്ടാട് ജുമാ മസ്ജിദ് ഭാഗത്തേക്ക് പോയി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ചൂട്ടാട് ജുമാ മസ്ജിദ് റോഡ്. ഞാൻ ബൈക്കിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കൈയോട് ചൊല്ലിപ്പെടുക്കുന്നതാണ്. വലിയ ക്ലാരിറ്റി ആയാലും ശരി, പെർഫെക്ഷൻ ആയാലും ശരി, ഒന്നും ഇല്ലെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ നാടിൻ്റെ ഏഴിമല പലപ്പോൾ. അതുപോലെ ഇതൊക്കെ ഈ വള്ളങ്ങളൊക്കെ ഇപ്പം സീസണായി പോകേണ്ടതാണ്. അത് നമ്മുടെ പാലക്കോട് ഏത് ഭാഗം പാലക്കോട് ഹാർബറാണ്. അവിടെയാണ് വെള്ളം, അവിടെ മത്സ്യങ്ങൾ കച്ചവടക്കാർ ജലദോഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കുട്ടികളെ കാണില്ല. ഓക്കെ, വീണ്ടും നമ്മൾ കണ്ടിട്ട് താങ്ക് യു.